നേട്ടങ്ങളുടെ നിറവിൽ ഈ ഭരണസമിതി കാലത്ത് വൈത്തിരി ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന സർക്കാരിന്റെ ജില്ലയിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ഉൾപ്പെടെയുള്ള നിരവധി നേട്ടങ്ങളും പുരസ്കാരങ്ങളുമാണ് എം.വി. വിജേഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കഴിഞ്ഞ 5 വർഷങ്ങൾ കൊണ്ട് കരസ്ഥമാക്കിയത്. പഞ്ചായത്തിന്റെ ഭരണ നേട്ടങ്ങളും വികസന പ്രവർത്തനങ്ങളും പ്രസിഡന്റ് എം.വി. വിജേഷ് ന്യൂസ് 1 ചാനലിനോട് വിശദീകരിക്കുന്നു. വൈത്തിരി ഗ്രാമപഞ്ചായത്ത് സർവ്വമേഖലയിലുമുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് നേതൃത്വം കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കുട്ടികൾ മുതലുള്ള വയോജനങ്ങൾ വരെയുള്ള മുഴുവൻ ആളുകളുടെ വികസന പ്രവർത്തനങ്ങൾക്ക്, അതോടൊപ്പം തന്നെ കർഷകരുടെയും വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെയുള്ള യുവജനങ്ങൾ ഉൾപ്പെടെയുള്ള ഏറ്റവും കണ്ണുവെച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് നടത്തിയത്. അതോടൊപ്പം തന്നെ അടിസ്ഥാന വികസന മേഖലയിൽ വലിയ പാലങ്ങൾ, റോഡുകൾ, അതോടൊപ്പം തന്നെ പുതിയ അംഗൻവാടികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഇടപെടൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ എല്ലാ അംഗൻവാടികളും ഹൈടെക് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം സംബന്ധിച്ചിട്ടുണ്ടായി. കുട്ടികളുടെ കലോത്സവം ഉൾപ്പെടെയുള്ളത് വലിയ അംഗീകാരം കിട്ടുന്ന രൂപത്തിലേക്ക് മാറുന്ന നിലയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുണ്ടായിട്ടുള്ളത്. അത് വൈത്തിരിയുടെ ഹൃദയഭാഗത്താണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള അവരുടെ കലോത്സവം ഉൾപ്പെടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റു വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ കുറേയേറെ ജനകീയ പ്രശ്നത്തിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. അതിൽ ഏറ്റവും മികച്ച പ്രവർത്തനം എന്നുള്ളത് ജനകീയ ഫെൻസിങ് നടത്തി എന്നുള്ളതാണ്. വൈത്തിരിയിലെ അങ്ങാടിയിലെത്തിയിരുന്ന ആനയെ ഒരു പരിധിവരെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ജനകീയ ഫെൻസിങ്ങിൻ്റെ ഭാഗമായി കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ കാര്യമായി കാണുകയാണ്. കേരളത്തിൻ്റെ വനംവകുപ്പ് മിനിസ്റ്റർ എ കെ ശശീന്ദ്രൻ സാർ ഉൾപ്പെടെ വന്നുകൊണ്ടാണ് ആ ഫെൻസിങ്ങിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടന പ്രവൃത്തി നിർവഹിച്ചത്. എന്നിട്ട് വൈത്തിരി മോഡൽ എന്ന് പറയുകയുണ്ടായി. അത് ഏറ്റവും വലിയ ജനകീയ ബദലായി ഞങ്ങളത് ഉയർത്തിക്കൊണ്ടുവന്നു. കേരളമാകെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുക്കുന്ന നിലയിൽ സംബന്ധിച്ചിട്ടുണ്ടായി. അതോടൊപ്പം തന്നെ വ്യത്യസ്ത മേഖലകളിൽ ഈ ജനകീയമായി കൊണ്ട് തന്നെയുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ നമുക്ക് നിരവധിയായിട്ടുള്ള അംഗീകാരങ്ങൾ, അതോടൊപ്പം തന്നെ സ്വരാജ് ട്രോഫി 2ാം സ്ഥാനം ഒക്കെ കരസ്ഥമാക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ മറ്റു മേഖലകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു ഇടപെടൽ എന്നുള്ള നിലയിലേക്ക് മാറും. ഇന്ന് ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച LP സ്കൂൾ എന്നുള്ള നിലയിൽ തന്നെയുള്ളത് ലക്കിടി ഗവൺമെൻറ് LP സ്കൂളാണ്. വയനാടിൻ്റെ കവാടത്തിൽ ഏതൊരു സഞ്ചാരി ഉൾപ്പെടെയുള്ളതിൽ വയനാട്ടിലേക്ക് കയറി വരുമ്പോൾ തലയെടുപ്പോട് കൂടിയിട്ടുള്ള ആ സ്കൂളിൻ്റെ കമാനവും മറ്റു സൗകര്യങ്ങളും കാണുമ്പോൾ പ്രൈവറ്റ് സ്കൂളിനെ വെല്ലുന്ന രൂപത്തിലേക്ക് സ്കൂളിനെ മാറുന്നതിന് വേണ്ടി സാധിച്ചു. ആ സ്കൂളിലേക്ക് ഇനി ഒരു ബസ്സാണ് വേണ്ടത്. അത് നമ്മൾ ആ ബസ് ഉൾപ്പെടെയുള്ളത് അല്ലെങ്കിൽ വാൻ ഉൾപ്പെടെയുള്ളത് PP സുനീർ MP ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അടുത്ത് തന്നെ ആ ബസ് പുറത്തിറക്കാൻ വേണ്ടി പോകുന്ന നിലയിൽ കൂടി സംബന്ധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ യുവജനങ്ങളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ പുതിയതായിട്ടുള്ള 2 ഗ്രൗണ്ടുകൾ നമ്മൾ നിർമ്മിക്കുന്ന നിലയുണ്ടായി. പഴയ വൈത്തിരിയിലെ ഗ്രൗണ്ട് ജനകീയമായി കൊണ്ടുള്ള ഒരു പ്രവർത്തനം എന്നുള്ള നിലയിലേക്ക് ആ ഗ്രൗണ്ട് മാറി. അതേപോലെ തന്നെ ചുണ്ട എസ്റ്റേറ്റുമായി ചേർന്നുകൊണ്ട് അവിടുത്തെ 2 വാർഡിൽ പെടുന്ന ആളുകൾക്ക് മുഴുവനായും ഏറ്റവും മികച്ച ഗ്രൗണ്ട് എസ്റ്റേറ്റുമായി ചേർന്നുകൊണ്ട് പുതിയൊരു ഗ്രൗണ്ട് അവിടെ പുതിയതായി നിർമ്മിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ നിലവിലുള്ള വൈത്തിരി പഞ്ചായത്ത് മിനി സ്റ്റേഡിയം ഇപ്പോൾ ഏറ്റവും അവസാനം 70 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിൻ്റെ കായിക വകുപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ആ 70 രൂപയ്ക്ക് പഞ്ചായത്ത് ഒരുക്കിയതിനെക്കാട്ടി കൂടുതൽ സൗകര്യങ്ങൾ അവിടുത്തെ ഗാലറി ഉൾപ്പെടെയുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ആധുനിക രീതിയിലുള്ള ക്രിക്കറ്റ് കളിക്കാനുള്ള നെറ്റ് ഉൾപ്പെടെയുള്ള ഓപ്പൺ ജിം ഉൾപ്പെടെയുള്ള അതോടൊപ്പം തന്നെ ഇൻഡോർ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള ഷട്ടിൽ ഇൻഡോർ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ നാട്ടിലുള്ള എല്ലാ ഒരു ബദൽ, ഇപ്പോൾ ലഹരിക്ക് ബദലായി എന്നുള്ളതൊക്കെ പറയുന്നത് പോലെ തന്നെ അത് കായിക മേഖലയിൽ ഏറ്റവും മികച്ച രൂപത്തിൽ ഇടപെടാൻ വേണ്ടി സാധിച്ചിട്ടുള്ള ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിൽ തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ കൃഷിയിൽ ഏറ്റവും മികച്ചതായിട്ടുള്ള ഇപ്പോൾ ടൂറിസമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. എന്നാൽ തന്നെ കൃഷിയിൽ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ ക്ഷീരമേഖലയിൽ ഏറ്റവും മികച്ചതായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. കർഷകർക്ക് വേണ്ടതായിട്ടുള്ള പദ്ധതികളൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് വേണ്ടത് എന്താണോ അത് അങ്ങോട്ടേക്ക് ഓരോ ഘട്ടത്തിലും ഓരോ പദ്ധതി വർഷത്തിലും അതത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എന്നുള്ള നിലയിലേക്കാണ് ആ നിലയിലേക്കൊക്കെ എടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോ ഉത്സവങ്ങളും ഇപ്പോൾ നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞതാണ്, നമ്മളെല്ലാ ആഘോഷങ്ങളും നമ്മൾ ഏറ്റെടുക്കും. വികസനം എന്നത് വെറും റോഡും പാലത്തിനും അപ്പുറമായി ഇവിടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും സന്തോഷമാണ് എന്നുള്ള തിരിച്ചറിവാണ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിട്ടുള്ളത്. വൈത്തിരി ഫെസ്റ്റ് ഞങ്ങൾ മുന്നോട്ടേക്ക് വെച്ചൊരു ആശയമായിരുന്നു. ആ വൈത്തിരി ഫെസ്റ്റ് അതിമനോഹരമായി
ഒരു 4-5 ദിവസം നമ്മൾ മഴയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ വൈത്തിരിയിലെ ജനങ്ങളാകെ ഒത്തുകൂടുന്ന ഒരു പരിപാടിയായി വൈത്തിരി ഫെസ്റ്റ് മാറി. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പ്രസീത ചാലക്കുടി ഉൾപ്പെടെയുള്ള നാടൻപാട്ട് കലാകാരി ഉൾപ്പെടെയുള്ള വലിയ വലിയ കലാകാരന്മാരെ കൊണ്ടുവന്നുകൊണ്ടാണ് ആ പരിപാടി ഉൾപ്പെടെ സംഘടിപ്പിച്ചത്. അതേപോലെ തന്നെ എല്ലാ ഓണക്കാലത്തും തുമ്പപ്പൂ എന്ന് പേരിട്ടുകൊണ്ട് 2023-25 ഉൾപ്പെടെ നമ്മൾ വലിയ രൂപത്തിലേക്ക് ഈ വല്ലാണ്ട് പ്രയാസപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ദുഃഖത്തോടെ നമ്മുടെ പല ദുരന്തങ്ങളുടെ ഭാഗമായി ദുഃഖിച്ചിരുന്ന ജനങ്ങൾക്ക് മുന്നിലേക്ക് ഒരു സന്തോഷത്തിൻ്റെ രാവുകൾ നൽകുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. അത് വലിയ ജനകീയമായി കൊണ്ടുള്ള പ്രവൃത്തിയായി അതിനെയും കൂടി സംബന്ധിച്ച് കാണുന്ന ഒരു നില സംബന്ധിച്ച് അതിലേക്കാട്ടേക്ക് ഏറ്റവും വലിയ അഭിമാനം വൈത്തിരിയെ സംബന്ധിച്ച് 2018-ലെയും 2020-ലെയും നമ്മളെ ലൈഫ് പദ്ധതിയുടെ ലിസ്റ്റ് സംബന്ധിച്ചിട്ടുണ്ടായി. ആ ലിസ്റ്റിലെ ഏകദേശം 95% പേർക്കും വീട് കൊടുത്തിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്തായിരിക്കും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ST വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വീട് കൊടുത്തിട്ടുള്ള ഒരു പഞ്ചായത്ത്, അതേപോലെ തന്നെ പട്ടിക ജാതിയിൽപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വീട് കൊടുത്തിട്ടുള്ള പഞ്ചായത്ത്. ഇനി ഏകദേശം 70 പേർക്കും കൂടി വീട് കൊടുത്താൽ ഈ ജനറൽ ലിസ്റ്റിലെ 311 പേർക്കും വീട് കൊടുത്തിട്ടുള്ള ഒരു പഞ്ചായത്തായി നമ്മുടെ പഞ്ചായത്ത് മാറുകയാണ്. അത് വളരെ സന്തോഷമാണ്. എല്ലാ മനുഷ്യൻ്റെയും സ്വപ്നമാണ് ഒരു വീട് എന്നുള്ളത്. ഈ കാലത്ത് ആ മനുഷ്യൻ്റെ സ്വപ്നത്തിന് ചിറക് വിരുത്താൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമം ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അങ്ങനെ അതേപോലെ തന്നെ ശുദ്ധമായ കുടിവെള്ളം ജലജീവൻ മിഷനിലൂടെ കൊടുക്കാൻ വേണ്ടി ഏകദേശം അതിൻ്റെ ടാങ്ക് ഉൾപ്പെടെ 1 ഏക്കർ സ്ഥലം ഫ്രീ ആയി ലഭിച്ച് അത് ഈ നാടിന് പഞ്ചായത്തിന് ബാധ്യതയില്ലാതെ തന്നെ എല്ലാ വീടുകളിലേക്ക് ശുദ്ധജലം എത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ നടത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വീട്ടിലേക്കും ഏകദേശം വീടുകളിലേക്കൊക്കെ ഈ വഴി സൗകര്യം ഉൾപ്പെടെ ആയിട്ടുള്ള ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിലേക്ക് നമ്മുടെ പഞ്ചായത്തേക്ക് മാറുകയാണ്. പുതിയ റോഡുകളുടെ അല്ലാതെ പഴയ എല്ലാ റോഡുകളുടെയും പ്രവൃത്തി പൂർത്തീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 2-3 വീടുള്ള സ്ഥലങ്ങളിൽ പോലും നമ്മളിന്ന് കോൺക്രീറ്റ് റോഡുകളാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു നല്ല നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. സർവ്വമേഖല ഞാൻ സൂചിപ്പിച്ചതുപോലെ കുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെയുള്ള ഏറ്റവും മികച്ച രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അതിൻ്റെയൊക്കെ ഫലമായി കൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി അംഗീകാരം ഉൾപ്പെടെ നേടുന്നതിന് നിരയുണ്ടായി. അതേപോലെ തന്നെ ഒട്ടനവധി ഈ റോഡും പാലത്തിനും അപ്പുറത്തേക്ക് വൈത്തിരിയുടെ ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിന് വേണ്ടി ജൈവ വൈവിധ്യ രജിസ്റ്ററിൻ്റെ 2ാം ഭാഗം വളരെ ജനകീയമായി കൊണ്ട് ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പ്രവൃത്തിയുടെ ഭാഗമായി ഇനി വരുന്ന തലമുറയ്ക്കും കൂടി വൈത്തിരിയെ ഇതുപോലെ മനോഹരമായി തിരിച്ചു നൽകേണ്ടതുണ്ട് എന്നുള്ള ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായി നമ്മൾ ഏറ്റവും മനോഹരമായി ജൈവ വൈവിധ്യ രജിസ്റ്റർ ചെയ്തു. അതോടൊപ്പം തന്നെ സ്ത്രീ പദവി പഠനം നടത്തി ലിംഗനീതി ഉറപ്പുവരുത്തി വൈത്തിരിയിലെ ഈ സ്ത്രീകളും പുരുഷനും തമ്മിലുള്ള അകൽച്ച കുറച്ചുകൊണ്ടുവന്ന് ഏറ്റവും മികച്ച രൂപത്തിലേക്കുള്ള ഒരു പദവി പഠനം ഉൾപ്പെടെ ഉണ്ടാക്കി. ഞങ്ങൾ വരും വർഷങ്ങളിൽ ആ പദ്ധതി മുഖാന്തരമുള്ള സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അതൊരു പരിധിവരെ ഈ പഠനത്തിലൂടെ പരിഹരിക്കുന്നതിന് വേണ്ടി പദ്ധതി നിർവഹിച്ച് പഠനത്തിലൂടെ എന്നുള്ള നിലയിലേക്ക് ഈ നിർവഹണം നടത്തും എന്നുൾപ്പെടെയാണ് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ വൈത്തിരിയിലെ എല്ലാ മേഖലകളിലും ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല വയോജന സൗഹൃദ പഞ്ചായത്ത് എന്നുള്ള നിലയിലേക്ക് മാറുന്നു. ഈ ബാലസൗഹൃദ പഞ്ചായത്തിലേക്ക് നമ്മൾ മാറുന്നു. അതിൻ്റെയൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളും പദ്ധതികളുമായി മുന്നോട്ടേക്ക് പോകുന്നു. ഈ ടൂറിസം മേഖലയുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിലേക്ക് തന്നെ 50% വരുന്ന ആളുകൾ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ള നിലയിൽ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പുതിയ ഡെസ്റ്റിനേഷനുകൾ എന്നൂർ ഉൾപ്പെടെയുള്ളത് ഈ ഭരണസമിതിയുടെ കാലത്താണ് വന്നത്. അതേപോലെ തന്നെ വൈത്തിരിയിലെ 2 അഡ്വഞ്ചർ പാർക്കുകൾ ഈ ഭരണസമിതിയുടെ കാലത്താണ് വന്നത്. കുറേയേറെ സ്ഥാപനങ്ങൾ വൈത്തിരിയിൽ വരുന്ന നിലയുണ്ടായി. വൈത്തിരിയിലെ തൊഴിലില്ലായ്മ എന്നുള്ള പട്ടിണിയില്ലാത്ത ഒരു പഞ്ചായത്തിൻ്റെ പേര് എല്ലാവരും ഒരാൾ പോലും പട്ടിണിയില്ലാത്ത പഞ്ചായത്തിൻ്റെ പേരെന്ന് ചോദിച്ചാൽ വളരെ അഭിമാനത്തിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും, എൻ്റെ പഞ്ചായത്തിൽ പട്ടിണി കിടക്കുന്ന ആളില്ല എന്ന് പറയാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ വികസനം എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അത് വളരെ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ ആൾക്കും വീടും കുടിവെള്ളവും ഒക്കെ നൽകാൻ പറ്റുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ആ സാധിക്കണ നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് കുറ്റമറ്റ രൂപത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ള നിലക്കാണ് സൂചിപ്പിക്കാറുള്ളത്.